ഹലോ ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാഫ് വേവ് ഡൈപോൾ ആൻറ്റിനയെ പറ്റിയാണ്. ആൻറ്റിന എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. ടി വി കാണുന്നതിനാലും റേഡിയോ ഒക്കെ കേൾക്കുന്നതിനാലും നമുക്ക് ആവശ്യമുള്ള ഒരിതാണ് ആൻറ്റിന. അപ്പം ആൻറ്റിന എന്ന് വെച്ചാൽ ഒരു മെറ്റൽ റോഡ് അല്ലെങ്കിൽ ഒരു ഡിഷ്, അത് റേഡിയോ വേവ്സിനെ ക്യാച്ച് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അത് ഇറ്റ്സ് ഫീഡിങ് ഇൻ ടു സംതിങ് ലൈക്ക് എ റേഡിയോ ഓർ ടെലിവിഷൻ ഓർ എ സിസ്റ്റം. ഇതുകൊണ്ടൊക്കെ തന്നെ ഇതിനെ എന്തു പറയാം, ഒരു റിസീവേഴ്സ് എന്നും പറയാം. ഇനി ഡൈപോൾ ആൻറ്റിന എന്ന് വെച്ചാൽ നമ്മൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇനി 2 പോൾസ് ഉണ്ട്. ബട്ട് ദെൻ ഇൻപുട്ട് സിഗ്നൽ ഈസ് ഗിവൺ ടു ദി മിഡ് ഓഫ് ദി ആൻറ്റിന. They are used in many forms of radio system, from a two-way radio communication, links to broadcasting, broadcast reception and general radio reception, etc. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ഇറ്റ് റിസീവ്സ് ബാലൻസ്ഡ് സിഗ്നൽ. നമ്മൾ പറഞ്ഞു എന്താണത്, ഡൈപോൾ ആണ്. അപ്പം ദ 2-pole ഡിസൈൻ enables the device to receive signals from a variety frequencies. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി നമ്മൾ ഹാഫ് വേവ് ഡൈപോൾ ആൻറ്റിനയിലോട്ട് പോവുകയാണ്. ഈ ഹാഫ് വേവ് ഡൈപോൾ ആൻറ്റിന എന്ന് പറയുമ്പം ആ ഫിഗറിൽ തന്നെ ഉണ്ട്, നമ്മൾ ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്, ഇറ്റ്സ് ലെങ്ത് ഈസ് ഹാഫ് എ വേവ് ലെങ്ത്, ദാറ്റ് ഈസ് L = λ/2, അല്ലെങ്കിൽ നമുക്കിതിനെ L = 2h = λ/2 എന്നും പറയാം. അപ്പം അവിടെ ഒരു കറണ്ട് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, അതും ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഫിഗർ. Consists of a thin wire fed or excited at the midpoint by a voltage source connected to the antenna via a transmission line. നമ്മളിവിടെ പറഞ്ഞു ഒരു കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ അവിടെ ഉണ്ട്. Then the field due to the dipole can be easily obtained if we consider it as consisting of a chain of Hertzian dipoles. Hertzian dipole നമ്മൾ പ്രീവിയസിൽ പഠിച്ചു. അതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക്കലി ഷോർട്ട് ആൻഡ് തിൻ സ്ട്രെയിറ്റ് ഫിലമെൻറ്റ് ഓഫ് കറണ്ട് in which the density of the current in uniform over its length. നമ്മളിവിടെ ഹാഫ് വേവ് ഡൈപോൾ ആൻറ്റിനയുടെ റേഡിയേഷൻ റെസിസ്റ്റൻസ് ആണ് ഇവിടെ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ ഫിഗർ എടുക്കുക. ഈ ഫിഗറിൽ ആ മിഡ് പോയിന്റിൽ നിന്നും ഒരു R ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് P, then the P is a point at a distance R from the midpoint, and another element Z is at a distance r dash from the point P. Then we have to find the magnetic vector potential at P due to the element അല്ലെങ്കിൽ the differential length dl is equal to dz of the dipole, and which carrying a current, phase current. Then the phase current is equal to I0 cos beta z. Then the magnetic vector potential is dA zs is equal to mu is e⁻j beta r dash by 4 pi r dash. ഇവിടെ IS എന്ന് പറയുന്നത് ഫേസർ കറണ്ട് ആണ്. നമ്മളവിടെ ISൻ്റെ വാല്യൂ കൊടുക്കുക. ദെൻ DA ZS is equal to mu I0 cos beta z e⁻j beta r dash by 4 pi r dash. That is equation number. To obtain the equation 1, we have assumed a sinusoidal current distribution, because the current must vanish at the endpoints of the dipole. A triangular current distribution is also possible, but would give less accurate results. The actual current distribution on the antenna is not precisely known. It is determined by solving Maxwell's equation subjected to boundary condition on the antenna. However, the sinusoidal current assumption approximates the distribution obtained by solving boundary value problems and is commonly used in antenna theory. ഇനി നമ്മുടെ R എന്ന് പറയുന്നത് ആ മിഡ് പോയിന്റിൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. L എന്ന് വെച്ചാൽ ആൻറ്റിനയുടെ ഫുൾ ലെങ്ത്. So we consider if R very much greater than L, then R minus R dash is equal to Z cos theta, then R dash is equal to R minus Z cos theta. ഇനി നമ്മൾ ആ ഇക്വേഷൻ ഒന്നിൻ്റെ ഡിനോമിനേറ്ററിൽ R ഡാഷിന് പകരം ആറും ന്യൂമറേറ്ററിൽ R ഡാഷിന് പകരം R മൈനസ് Z cos theta എന്നും കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ കിട്ടും? AZS is equal to mu I0 by 4 pi r.
ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ലിമിറ്റ് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഹാഫ് ആണ്. ദാറ്റ് ഈസ് L ഈസ് ഈക്വൽ ടു λ/2. L എന്ന് വെച്ചാൽ 2h ആണ്. ദാറ്റ് ഈസ് L ഈസ് ഈക്വൽ ടു 2h ഈസ് ഈക്വൽ ടു λ/2. ദെൻ h ഈസ് ഈക്വൽ ടു λ/4. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് വെച്ചാൽ -h2 + h, ദാറ്റ് ഈസ് -λ/4 to λ/4. ദെൻ Az is equal to mu I0/4πr integral -λ/4 to λ/4 e raised to -j beta r minus z cos theta cos beta z dz. ഇവിടെ ഡിനോമിനേറ്ററിലെ r ഡാഷിന് r എന്നും കൊടുത്തു, ന്യൂമറേറ്ററിലെ r ഡാഷിന് r minus z cos theta എന്നും കൊടുത്തു. എന്നിട്ടാണ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ mu I0/4πr e raised to -j beta r അതിനിങ്ങ് പുറത്തെടുത്തു. ദെൻ ഇൻ്റഗ്രൽ -λ/4 to λ/4 e raised to j beta z cos theta cos beta z dz. ഇക്വേഷൻ നമ്പർ 2. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഇതിന് ഇപ്പം അകത്ത് കിടക്കുന്ന ആ e raised to j beta z cos theta cos beta zനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് എന്ന് പറയുന്നത് ഇതിന് സിമിലർ ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ e raised to az cos bz dz is equal to e raised to az into a cos bz plus b sin bz the whole divided by a square plus b square. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2 എങ്ങനെ വരും? Az is equal to mu I0 e raised to -j beta r e raised to j beta z cos theta by 4πr into j beta cos theta cos beta z plus beta sin beta z by minus beta square cos square theta plus beta square the limit up to minus λ/4 to λ/4. ഇക്വേഷൻ നമ്പർ 3. ഇനി നമ്മളിവിടെ ബീറ്റായ്ക്ക് വാല്യൂ കൊടുക്കുക. ബീറ്റ ഈസ് ഈക്വൽ ടു 2π/λ ഓർ ബീറ്റ z ഈസ് ഈക്വൽ ടു λ/4 ആണ്. ദെൻ ബീറ്റ λ/4 ഈസ് ഈക്വൽ ടു π/2. ഇനി നമുക്ക് അറിയാവുന്ന ഒരു ഇതാണ് 1 - cos square theta ഈസ് ഈക്വൽ ടു sin square theta. ഇതെല്ലാം കൂടെ നമ്മുടെ ഇക്വേഷൻ 3 കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഇക്വേഷൻ 3 ഡിനോമിനേറ്ററിലെ -β² cos square theta plus β² β² കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? β² into 1 - cos square theta that is β² sin square theta. അതേപോലെ തന്നെ ഇക്വേഷൻ 3 ബീറ്റയ്ക്കും ബീറ്റ ഇസഡിനും ഒക്കെ വാല്യൂ കൊടുത്ത് ലാസ്റ്റ് എന്ത് കിട്ടും? Az is equal to mu I0 e raised to -j beta r into e raised to ij π/2 cos theta into 0 plus beta minus e raised to -j π/2 cos theta into 0 minus beta. നമ്മൾ വേറൊരു ഐഡൻറ്റിറ്റി കൂടെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് e raised to jx plus e raised to -jx is equal to 2 cos x. അതും ഇവിടെ കൊടുത്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇതാണ് Az is equal to mu I0 e raised to -j beta r cos π/2 cos theta by 2π/r beta sin square theta. ആ 2 cos x ഒക്കെ കൊടുക്കുമ്പം ഒരു ബീറ്റായും 4 ഒക്കെ വെട്ടി നമുക്ക് ഡിനോമിനേറ്ററിൽ 2π/r ബീറ്റ സൈൻ സ്ക്വയർ തീറ്റ എന്നൊക്കെ വരും. ദെൻ വി യൂസ് ഇക്വേഷൻ ഇൻ ഹെർട്സിയൻ. നമ്മൾ ഹെർട്സിയൻ ഡൈപോളിൽ കിട്ടിയ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ 5 അതിനകത്തിട്ട് കൊടുക്കും. അപ്പം ഹെർട്സിയൻ ഡൈപോളിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് BZ is equal to mu HS is equal to del cross AS and del cross HS is equal to j omega epsilon ES. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? H5 is equal to j I0 e raised to -j beta r cos π/2 cos theta by 2πr sin theta. E theta is equal to eta H5s. Eta is equal to E theta s by H5s. In that the radiation time of H5s and E theta s are in time phase and orthogonal. Then using the equation 6 and the time average power density, P average is equal to half eta mod H5s square AR. ആ ഇക്വേഷൻ 6
നമ്മുടെ നേരത്തെ ഇക്വേഷൻ 6 നമ്മൾ ഇതിലോട്ട് കൊടുക്കുമ്പം we get P average is equal to eta I0 square cos square pi by 2 cos theta by 8 pi square r square sin square theta a. That is equation number 7. The time average radiated power P rad is equal to integral P average into ds. നമുക്ക് P averageൻ്റെ വാല്യൂ ഉണ്ട്. ds എന്നത് r square sin theta d theta d phi ആണ്. അപ്പോൾ then the equation is P rad is equal to integral phi to 0 to 2 pi integral theta to 0 to pi eta I0 square cos square pi by 2 cos theta by 8 pi square r square sin square theta r square sin theta d theta d phi. ദെൻ നമ്മളിവിടെ ഫൈയുടെ ടൈം ഇൻ്റഗ്രേറ്റ് ചെയ്തു. ദെൻ നമുക്ക് അവിടെ ഒരു 2 പൈ കിട്ടും. അതേപോലെ തന്നെ ഈറ്റ I0 സ്ക്വയർ 8 പൈ സ്ക്വയർ ഇങ്ങ് പുറത്തെടുത്തു. അതേപോലെ തന്നെ ന്യൂമറേറ്ററിലെ ആർ സ്ക്വയറും ഒരു സൈൻ തീറ്റയും താഴത്തെ ആർ സ്ക്വയറും സൈൻ തീറ്റയും കട്ടായി പോകും. ദെൻ വി ഗെറ്റ് P rad is equal to eta I0 square 8 pi square 2 pi into 0 to pi cos square pi by 2 cos theta sin theta d theta. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈറ്റ ഈസ് ഈക്വൽ ടു ഇ തീറ്റ എസ് ബൈ എച്ച് ഫൈ എസ്. അതേപോലെ ഈറ്റയുടെ വാല്യൂ എന്ന് വെച്ചാൽ ഈറ്റ ഈസ് ഈക്വൽ ടു 120 പൈ. ദെൻ നമുക്ക് ഈറ്റയുടെ വാല്യൂ ഇങ്ങോട്ട് കൊടുക്കുമ്പം 120 പൈ ഇൻറ്റു I0 സ്ക്വയർ 8 പൈ സ്ക്വയർ ഇൻറ്റു 2 പൈ ആണ്. ദെൻ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ 30 I0 സ്ക്വയർ ആണ്. 30 I0 സ്ക്വയർ ആണ് അവിടെ കിട്ടുന്നത്. ദെൻ 30 I0 സ്ക്വയർ ഇൻ്റഗ്രൽ 0 ടു പൈ കോസ് സ്ക്വയർ പൈ ബൈ 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ടി തീറ്റ. നമുക്ക് ഇൻ്റഗ്രൽ 0 ടു പൈ കോസ് സ്ക്വയർ പൈ ബൈ 2 കോസ് തീറ്റ സൈൻ തീറ്റയെ ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 കോസ് സ്ക്വയർ പൈ ബൈ 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഡി തീറ്റ പ്ലസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു പൈ കോസ് സ്ക്വയർ പൈ ബൈ 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഡ്യൂ ടു ദി നേച്ചർ ഓഫ് ഇൻ്റഗ്രൻറ്റ് ദെൻ ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 കോസ് സ്ക്വയർ പൈ ബൈ 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പൈ ബൈ 2 പൈ കോസ് സ്ക്വയർ പൈ ബൈ 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഡി തീറ്റ എന്നെഴുതാം. അതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രൽ 0 ടു പൈ കോസ് സ്ക്വയർ പൈ ബൈ 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റയെ 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 0 ടു പൈ ബൈ 2 കോസ് സ്ക്വയർ പൈ ബൈ 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് എഴുതാം. ദെൻ ദ ഇക്വേഷൻ ഈസ് P rad is equal to 60 I0 സ്ക്വയർ ഇൻറ്റു 0 ടു പൈ ബൈ 2 കോസ് സ്ക്വയർ പൈ ബൈ 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഡി തീറ്റ. ഇവിടെ 60 വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞു ഇൻ്റഗ്രൽ 0 ടു പൈ കോസ് സ്ക്വയർ പൈ ബൈ 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഡി തീറ്റ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 0 ടു പൈ ബൈ 2 കോസ് സ്ക്വയർ പൈ ബൈ 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് എഴുതാം. അതുകൊണ്ട് ആ ഒരു 2ഉം 30യും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 60 I0 സ്ക്വയർ ആയി. ദെൻ P rad is equal to 60 I0 സ്ക്വയർ ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 കോസ് സ്ക്വയർ പൈ ബൈ 2 കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഡി തീറ്റ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 9. ഈ ഇൻ്റഗ്രേഷൻ നമുക്കൊന്ന് ഈസി ആക്കാൻ വേണ്ടി ദെൻ പുട്ട് u is equal to cos തീറ്റ. കോസ് തീറ്റയ്ക്ക് u എന്ന് കൊടുത്തു. u is equal to cos തീറ്റ. ദെൻ ഇക്വേഷൻ നമ്പർ 9 becomes P rad is equal to 60 I0 square integral 0 to 1 cos square 1 by 2 pi u by 1 minus u square du. ഇവിടെ നമ്മുടെ ലിമിറ്റ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇവിടെ ഇൻ്റഗ്രൽ 0 to 1 വന്നത്. നമ്മുടെ നേരത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to pi by 2 ആണ്. ദെൻ ഇവിടെ എങ്ങനെ വരും? ലോവർ ലിമിറ്റ് 0 ആണ്. ദെൻ cos 0 is equal to 1. അപ്പർ ലിമിറ്റ് pi by 2 ആണ്. ദെൻ cos pi by 2 0. ദെൻ ഇവിടെ എന്ന് പറയുന്നത് 0 to 1 cos സ്ക്വയർ 1 by 2 pi u by 1 minus u സ്ക്വയർ du എന്ന് കൊടുക്കാം. 1 minus u സ്ക്വയർ എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 minus cos സ്ക്വയർ തീറ്റയാണ്. കോസ് തീറ്റയ്ക്ക് നമ്മൾ എന്താ കൊടുത്തത്? u ആണ്. അപ്പോൾ ദെൻ ഡിനോമിനേറ്ററിൽ 1 minus u സ്ക്വയർ എന്ന് വന്നു. സോ P rad is equal to 30 I0 സ്ക്വയർ ഇൻ്റഗ്രൽ 0 to 1 cos സ്ക്വയർ 1 by 2 pi u by 1 plus u du പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 cos സ്ക്വയർ 1 by 2 pi u by 1 minus u into du. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇനി replacing 1 plus u with nu in the first integral and 1 minus u with nu in second integral. Second result in P rad is equal to 30 I0 square integral 0 to 1 sin square 1 by 2 pi nu by nu d nu plus integral 1 to 2 sin square 1 by 2 pi nu by nu into d nu. അതായത് നമ്മൾ
ഇക്വേഷൻ 10ലെ 1 പ്ലസ് യുവിന് ന്യൂന്നും 1 മൈനസ് യുവിന് ന്യൂന്നും കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ലിമിറ്റും വ്യത്യാസം വരും. ദാറ്റ് ഈസ് നേരത്തെ ലിമിറ്റ് എന്ന് വെച്ചാൽ 0 to 1 ആയിരുന്നു. സോ 1 പ്ലസ് യുവിൽ ലിമിറ്റ് എന്ന് പറയുന്നത് 1 to 2ഉം വരും. 1 മൈനസ് യുവിൽ 0 to 1ഉം വരും. സോ ഇത് ഇക്വേഷൻ നമുക്ക് അങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ദെൻ നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to 1 സൈൻ സ്ക്വയർ 1/2 പൈ ന്യൂ ബൈ ന്യൂ ഡി ന്യൂ പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 സൈൻ സ്ക്വയർ 1/2 പൈ ന്യൂ ബൈ ന്യൂ ഡി ന്യൂവിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to സൈൻ സ്ക്വയർ 1/2 പൈ ന്യൂ ബൈ ന്യൂ ഇൻറ്റു ഡി ന്യൂ നമുക്ക് എഴുതാം. സോ പീരിയഡ് ഈസ് ഈക്വൽ ടു 30 I0 സ്ക്വയർ ഇൻ്റഗ്രൽ 0 to 2 സൈൻ സ്ക്വയർ 1/2 പൈ ന്യൂ ബൈ ന്യൂ ഡി ന്യൂ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 11. ഈ ഇക്വേഷൻ നമ്പർ 11ലെ പൈ ന്യൂവിന് നമ്മളിനി ഒമേഗ എന്ന് കൊടുക്കും. ദെൻ ഇക്വേഷൻ ബിക്കംസ് 30 I0 സ്ക്വയർ ഇൻ്റഗ്രൽ 0 to 2 പൈ സൈൻ സ്ക്വയർ 1/2 ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ. ഇവിടെ നമ്മൾ ഒമേഗ പൈ ന്യൂക്ക് ഒമേഗ എന്ന് കൊടുത്തുകൊണ്ട് ഇവിടെ ലിമിറ്റ് പിന്നെയും മാറും. ദെൻ നേരത്തെ ലോവർ ലിമിറ്റ് 0 ആയിരുന്നു, അപ്പർ ലിമിറ്റ് 2 ആയിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 0 to 2 പൈ ആയി. ദെൻ അതേപോലെ തന്നെ നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x/2. അപ്പം സൈൻ സ്ക്വയർ ഒമേഗ എന്ന് പറയുമ്പോൾ 1 മൈനസ് കോസ് 2 ഒമേഗ ബൈ 2 നമ്മളതിവിടെ കൊടുക്കുമ്പം പീരിയഡ് ഈസ് ഈക്വൽ ടു 15 I0 സ്ക്വയർ ഇൻ്റഗ്രൽ 0 to 2 പൈ 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ. ഇനി കോസ് ഒമേഗയ്ക്ക് എന്ത് കൊടുക്കാം? 1 മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഒമേഗ റേസ് ടു 4/4 ഫാക്ടോറിയൽ മൈനസ് ഒമേഗ റേസ് ടു 6/6 ഫാക്ടോറിയൽ പ്ലസ് ഒമേഗ റേസ് ടു 8/8 ഫാക്ടോറിയൽ എക്സെട്ര. അത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എങ്ങനെ കിട്ടും? 15 I0 സ്ക്വയർ ഇൻ്റഗ്രൽ 0 to 2 പൈ ഒമേഗ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് ഒമേഗ ക്യൂബ് by 4 factorial plus omega raised to 5/6 factorial minus omega raised to 7/8 factorial plus etc. d omega. That is equation number 12. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ 12 ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? പീരിയഡ് ഈസ് ഈക്വൽ ടു 15 I0 സ്ക്വയർ 2 പൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 ഫാക്ടോറിയൽ മൈനസ് 2 പൈ ദ ഹോൾ റേസ് ടു 4/4 into 4 factorial plus 2 pi the whole raised to 6/6 into 6 factorial minus 2 pi the whole raised to 8/8 into 8 factorial plus etc. അതിൻ്റെ ടോട്ടൽ വാല്യൂ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഉണ്ട്. ദാറ്റ് ഈസ് പീരിയഡ് ഈസ് ഈക്വൽ ടു 36.56 I0 സ്ക്വയർ. ദാറ്റ് ഈസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു നമ്മളിവിടെ എന്തുവാ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന്. റേഡിയേഷൻ റെസിസ്റ്റൻസ് ഫോർ ദി ഹാഫ് വേവ് ഡൈപോൾ ആൻറ്റിന. So the radiation resistance Rad for the half wave dipole antenna is obtained from the equation P rad is equal to half I0 square Rad. So the equation 13 becomes Rad is equal to 2P rad by I0 square is equal to 73 ohm. That is equation number 40. ഇനി നമ്മൾ ഹെർട്സൺ ഡൈപോളിനെ പറ്റി പറഞ്ഞു. ഹെർട്സൺ ഡൈപോളിനെ അപേക്ഷിച്ച് നമ്മുടെ ഹാഫ് വേവ് ഡൈപോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഹെർട്സൺ ഡൈപോളിനേക്കാൾ ഹാഫ് വേവ് ഡൈപോളിന് റേഡിയേഷൻ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഹാഫ് വേവ് ഡൈപോൾ ഈസ് കേപ്പബിൾ ഓഫ് ഡെലിവറിങ് ഗ്രേറ്റർ എമൗണ്ട്സ് ഓഫ് പവർ ടു സ്പേസ് ദാൻ ദി ഹെർട്സൺ ഡൈപോൾ. So the total input impedance Zin of the antenna is the impedance seen at the terminals of the antenna. So the total input impedance Zin is equal to Rin plus j Xin is equal to is equation number 15. For lossless antenna Rin is equal to Rad. Xin value ഉണ്ട്, that is 42.5 ohm. Then Zin is equal to 73 plus j 42.5 ohm. For a dipole length L is equal to lambda by 2. If the length of the dipole is slightly reduced, then the inductive reactance drops rapidly to 0. നേരത്തെ നമ്മൾ L is equal to lambda by 2ൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇപ്പോൾ L is equal to 4.485 ലാംഡ എടുക്കുമ്പം then the dipole is resonant with Xin is equal to 0. Thus in practice a lambda by 2 dipole is designed such that Xin approaches 0 and Zin approximately equal to 73 ohm. The value of the radiation resistance of the lambda by 2 dipole antenna is the reason for the standard 75 ohm coaxial cable. Also the value is easy to match
transmission lines. In addition to these, resonant properties are the reason for the dipole antenna's popularity and its extensive use. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാർട്ടർ വേവ് മോണോപോൾ ആൻറ്റിനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഹാഫ് വേവ് ഡൈപോൾ ആൻറ്റിനയാണ്. അവിടെ ഇറ്റ്സ് ലെങ്ത് ഈസ് ഹാഫ് ഓഫ് ദി വേവ് ലെങ്ത്. സോ ഇവിടെ ആകുമ്പോൾ ക്വാർട്ടർ ഓഫ് ദി ലെങ്ത് ഓഫ് ദി വേവ് ലെങ്ത്. അതേപോലെ തന്നെ നേരത്തെ ഡൈപോൾ ആയിരുന്നു, അവിടെ 2 പോൾസ് ഉണ്ടായിരുന്നു. ഇവിടെ മോണോപോൾ ആയതുകൊണ്ട് ഒരൊറ്റ പോളേ ഉള്ളൂ. സോ the quarter wave monopole antenna consists of one half of a half wave dipole antenna located on the ground plane. A monopole antenna is perpendicular to the plane, which is usually a plane നമ്മൾ assume ചെയ്തിരിക്കുന്നത് that is infinite and perfectly conducting. So it is fed by a coaxial tube cable connected to its base. With the image of the monopole, we can replace the ground plane. The plane is assumed that is it is infinite and perfectly conducting. So the field produced in the region above the ground plane due to lambda by 4 monopole with its image is same as the field due to lambda by 2 wave dipole. നമ്മൾ നേരത്തെ ഹാഫ് വേവ് ഡൈപോൾ ആൻറ്റിനയിൽ പറഞ്ഞ അതേപോലെ സ്റ്റെപ്പൊക്കെ വന്നിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും. ഫ്രം ദ ഇക്വേഷൻ H5s is equal to J I0 e raised to minus j beta r cos pi by 2 cos theta by 2 pi r 2 pi r sin theta e theta s is equal to eta H5s. This equation holds for the lambda by 4 monopole. However, the integration equation P rad is equal to eta I0 square by 8 pi square 2 pi integral 0 to pi cos square pi by 2 cos theta by sin theta d theta. This equation is only over the hemispherical surface above the ground plane. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ the monopole radiates only through that surface. Hence the monopole radiates only half as much power as dipole with the same current. Thus for lambda by 4 monopole, P rad approximately equal to 18.28 I0 square. So R rad is equal to 2P rad by I0 square. That is R rad is equal to 36.5 ohm. That is radiation resistance R rad is equal to 36.5 ohm. So the total input impedance for the lambda by 4 monopole is നമ്മൾ നേരത്തെ നമ്മൾ ഹാഫ് വേവ് ഡൈപോൾ ആൻറ്റിനയിലും ഇൻപുട്ട് ഇമ്പിഡൻസ് പറഞ്ഞിരുന്നു. ദാറ്റ് ഇസ് ZIN is equal to RIN plus JXIN. ഇവിടെ എങ്ങനെ വരും? ഫോർ ലാംഡ ബൈ 4 monopole ZIN is equal to 36.5 plus J 21.25. RIൻ്റെ വാല്യൂ 36.5 ആണ്. അതേപോലെ തന്നെ XIൻ്റെ വാല്യൂ 21.25 ഓം ആണ്. താങ്ക് യു.